ഫ്ലവർ അല്ലടാ, ഫയറാണ് പുഷ്പ 2. ഇന്ത്യൻ സിനിമയിലെ സമീപകാല കളക്ഷൻ റെക്കോർഡുകളെല്ലാം പഴങ്കഥയാക്കി മുന്നേറുകയാണ് അല്ലു അർജുൻ നായകനായ പുഷ്പ 2. സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നതെങ്കിലും മികച്ച കളക്ഷനാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. റിലീസ് ചെയ്ത 15 ദിവസങ്ങൾ കഴിയുമ്പോഴും ബോക്സ് ഓഫീസിൽ നിന്ന് 1500 കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത്. ഒരു ഇന്ത്യൻ സിനിമ ഏറ്റവും വേഗത്തിൽ ഈ കളക്ഷനിലെത്തുന്ന ആദ്യ സിനിമ കൂടിയാണ് പുഷ്പ 2. ഇതോടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് പുഷ്പ. 2000 കോടിക്ക് മുകളിൽ നേടിയ അമീർ ഖാൻ ചിത്രം ദംഗലും SS രാജമൌലി ചിത്രമായ ബാഹുബലി 2-ാം ഭാഗവുമാണ് ഇനി പുഷ്പയ്ക്ക് മുന്നിലുള്ള സിനിമകൾ. ഇതേ കളക്ഷൻ തുടർന്നാൽ വൈകാതെ തന്നെ പുഷ്പ 2000 കോടി ക്ലബിലെത്തുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ നിഗമനം. തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ, ബംഗാളി ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയത്. E4 എന്റർടൈൻമെന്റ്സ് ആണ് പുഷ്പ 2 കേരളത്തിൽ എത്തിച്ചത്. അല്ലു അർജുനും രശ്മിക മന്ദാനയും ഫഹദ് ഫാസിലും മത്സരിച്ച് അഭിനയിച്ച ചിത്രം എല്ലാ ഭാഷകളിലും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഹിന്ദി വേഷനിൽ നിന്നു മാത്രം ചിത്രം 600 കോടിയാണ് നേടിയത്. പുഷ്പയുടെ തെലുങ്ക് പതിപ്പിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടുന്നത് ഹിന്ദി പതിപ്പിൽ നിന്നാണ്. 293 കോടിയാണ് പുഷ്പയുടെ തെലുങ്ക് വേഷന്റെ ആകെ കളക്ഷൻ. പുഷ്പ ആദ്യ ഭാഗം ആഗോളതലത്തിൽ 350 കോടിയോളം രൂപയായിരുന്നു നേടിയിരുന്നത്. ഈ തുക 2 ദിവസം കൊണ്ട് പുഷ്പ 2 മറികടന്നിരുന്നു. ആദ്യ ദിനത്തിൽ മാത്രം സിനിമ ആഗോളതലത്തിൽ 294 കോടിയായിരുന്നു നേടിയത്. ഇതും റെക്കോർഡായിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.